ഹായ്, SL ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫീമെയിൽ സൈക്കോളജി അനുസരിച്ച് ഒരു പെൺകുട്ടി നിങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഓൾറെഡി നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ്, നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാൻ പോവുകയാണ്, നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതാണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ സൈനുകൾ എന്നുള്ളത്. നമ്മുടെ ഒന്നാമത് പോയിന്റ് എന്ന് പറയുന്നത് മറ്റൊരാളുടെ പേര് നിരന്തരം നിങ്ങളുടെ സംസാരത്തിൽ അവർ ഉൾപ്പെടുത്തും എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ഒരു പയ്യൻ്റെ പേര് അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ഇപ്പം നമ്മളാണെങ്കിൽ അങ്ങനെ തന്നെയാണ്, നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളുടെ പേര് നമ്മളിങ്ങനെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. പേര് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും കാര്യം പറയുന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ഏതെങ്കിലും ഒരു പയ്യനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവൻ്റെ സ്വഭാവം അടിപൊളിയാണ്, അല്ലെങ്കിൽ അവൻ്റെ ഹെയർ സ്റ്റൈൽ സൂപ്പറാണ്, ഈ രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അവർക്ക് ആ പയ്യനോട്, അതായത് അവർ പറയുന്ന ആ വ്യക്തിയോട് എന്തോ ഒരു ഇഷ്ടം ഉള്ളിൽ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നുണ്ടാവുക. പക്ഷേ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം ഇങ്ങനെ പറയുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. അതായത് ഇവർക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും, അവരെ ഇഷ്ടമാണ് എന്ന് വിചാരിക്കരുത്. പക്ഷേ നിരന്തരമായിട്ട് ഇവർ ഇതേപോലെ തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ തന്നെ ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ളൊരു സൈനായിട്ട് എടുക്കാവുന്നതാണ്. ദെൻ നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവരെപ്പോഴും ബിസി ആയി മാറുന്നു എന്നുള്ളതാണ്. ആദ്യമൊക്കെ ഒരുപാട് സംസാരിച്ചിരുന്നിട്ട് പിന്നീട് അങ്ങോട്ട് ഓരോ എക്സ്ക്യൂസസ് പറയുകയാണ്. അതായത് നിങ്ങളെ കാണാനായിട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിലും, അതല്ല നിങ്ങളെ വിളിച്ച് സംസാരിക്കാനാണെന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിലും ഓരോ എക്സ്ക്യൂസസ് അവർ പറയുന്നുണ്ടായിരിക്കും. തിരക്കാണെന്നോ അല്ലെങ്കിൽ പുറത്തേക്ക് പോവുകയാണെന്നോ, ഇങ്ങനെ ഓരോ രീതിയിൽ കാരണങ്ങൾ ഉണ്ടാക്കി പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇതും ഒരു പ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ലാതെ അതിൽ കൂടുതൽ തവണ ഈ ഒരു ബിസി, അതായത് തിരക്കാണ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ചെറിയ രീതിയിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അതായത് ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്നൊരു തോന്നൽ അവരുടെ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് ഇവരെങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഇതും നിങ്ങൾക്കുള്ളൊരു സൈനായിട്ട് എടുക്കാവുന്നതാണ്. ദെൻ നമ്മുടെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇവർ ഫോൺ അഡിക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ഇവരെപ്പോഴും ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണാനായിട്ട് കഴിയും. ഒന്നില്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നുണ്ടായിരിക്കും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടായിരിക്കും. അങ്ങനെ ഫോണിൽ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അതേപോലെ തന്നെ ഫോണിൻ്റെ ലോക്ക് നമുക്ക് ആർക്കും പിടികിട്ടാത്ത രീതിയിലായിരിക്കും ഇവർ വെച്ചിട്ടുണ്ടാവുക. നമ്മളൊന്ന് ലോക്ക് തുറന്നു തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുറന്നു തരില്ല, എന്നാൽ ലോക്ക് പറഞ്ഞിരുന്നു വെച്ചാൽ പറഞ്ഞു തരുന്നുണ്ടാവില്ല. അതായത് എന്തൊക്കെയോ സീക്രട്സ് അതിനകത്ത് ഉണ്ട് എന്നുള്ള രീതിയിലായിരിക്കും അവർ പെരുമാറുന്നുണ്ടാവുക. ഇനിയിപ്പോൾ അഥവാ നമ്മളെ ഫോണൊന്ന് എടുത്തു കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും അവർ വല്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ടായിരിക്കും. സോ ഈ രീതിയിലൊക്കെ കാണാനായിട്ട് കഴിയുന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ചിലപ്പോൾ അവർ ഓൺലൈനിലൊക്കെ ഉണ്ടായിരിക്കും, എങ്കിൽ പോലും നമുക്ക് റിപ്ലൈ തരുന്നുണ്ടാവില്ല. അതായത് ഫോണിൽ എപ്പോഴും ഉണ്ടാവും, ഫോണിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ബട്ട് നമ്മളോട് ഒരു ഇഷ്ടമുള്ളതുപോലെ പെരുമാറുന്നുണ്ടാവില്ല. മറ്റെന്തൊക്കെയോ രീതിയിൽ നമ്മളെ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരിക്കും അവർ നമ്മളോട് ബിഹേവ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഈ ഒരു രീതിയും അവരുടെ ഭാഗത്ത് നിന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനൊരു ബിഹേവിയർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കുക അവർക്ക് റിലേഷൻഷിപ്പിനോടുള്ള താല്പര്യം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്, എങ്ങനെയെങ്കിലും നമ്മൾ ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെ നിങ്ങളോട് പെരുമാറുന്നുണ്ടായിരിക്കുക. ദെൻ നമ്മുടെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഇടയ്ക്കൊക്കെ അവർ ഡിസപ്പിയർ ആവുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അതായത് ഇടയ്ക്കൊന്ന് വിളിച്ചു നോക്കുന്ന സമയത്ത് ഫോൺ ഓഫ് ആയിരിക്കും, വിളിച്ചാൽ കിട്ടുകയില്ല. മെസ്സേജ് അയച്ചാലും അത് ചിലപ്പോൾ വണ്ടിക്കായിരിക്കും പോയിട്ടുണ്ടാവുക, നോക്കുന്നുണ്ടാവില്ല. അതായത് എല്ലാ രീതിയിലും അവരെക്കുറിച്ച് ഒരു അറിവും കിട്ടാത്തൊരവസ്ഥയായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. എങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞാലും അവരെക്കുറിച്ച് ഒന്നും അറിയണ്ടാവില്ല. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അവർ ചിലപ്പോൾ വിളിച്ചിട്ട് പറയണ്ടാവുക നമുക്ക് റിലേഷൻഷിപ്പ് നിർത്താം, ഒന്നില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ അറിഞ്ഞുകൊണ്ടായിരിക്കും, അതല്ലെങ്കിൽ വീട്ടുകാർ ഇത് ഓക്കെ ആവില്ല, നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും. ഇത് മറ്റൊന്നുമല്ല, എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ ഒഴിവാക്കണം എന്നുള്ള ചിന്ത കൊണ്ട് മാത്രമാണ് ഇവരിങ്ങനെ പറയുന്നുണ്ടായിരിക്കുക. സോ ഇത്തരത്തിൽ പെട്ടെന്ന് ഡിസപ്പിയർ ആയിട്ട് ദെൻ പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളെ വിളിച്ചിട്ട് ഈ രീതിയിൽ എന്തെങ്കിലും കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പ് നിർത്താനുള്ള എന്തെങ്കിലും കാരണങ്ങൾ അവർ പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അതും നിങ്ങളോടുള്ള താല്പര്യം കുറയുന്നത് കൊണ്ട് മാത്രമായിരിക്കും. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് ഫൈറ്റ്സും ആർഗ്യുമെന്റ്സും ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും. ശരിയാണ്, രണ്ട് വ്യക്തികളാവുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കും. എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ചില ആർഗ്യുമെന്റ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇത് വരിക, അതായത് ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള ഫൈറ്റ്സ് വരികയാണ്. ഇപ്പോൾ ഒന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടാമത്തേന് വഴക്കാവുന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ആ രീതിയിൽ എന്തെങ്കിലും കാര്യം പറയുമ്പോഴത്തേക്കും അവർക്ക് ദേഷ്യം വരിക, പിന്നെ അങ്ങോട്ട് വലിയൊരു വഴക്കായിട്ട് മാറുക. ഈ രീതിയിലൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സാധാരണ റിലേഷൻഷിപ്പാണ്, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ വഴക്കുകൾ ഉണ്ടാവും എന്ന് നമുക്ക് പറയാം. പക്ഷെ അത് പെട്ടെന്ന് തന്നെ അവർ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകും. അതായത് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സോൾവ് ആക്കാൻ, ഞാൻ താഴ്ന്നു കൊടുത്താലും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അത് സോൾവ് ആക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും, അതല്ലെങ്കിൽ പെട്ടെന്ന് സോൾവ് ആക്കുന്ന ആളുകളുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴക്കുണ്ടാവും, അത് സോൾവ് ആക്കാനായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു എഫേർട്ടും കാണുന്നുണ്ടാവില്ല. അതേസമയം അവർ പറയുന്നുണ്ടാവുക നമുക്ക് ബ്രേക്കപ്പ് ആവാം, നമുക്ക് റിലേഷൻഷിപ്പ് വേണ്ട, ഈ രീതിയിലായിരിക്കും എന്നുള്ളതാണ്. അതായത് വഴക്കൊക്കെ സംഭവിച്ചു, ഇപ്പം എങ്ങനെയെങ്കിലുമൊക്കെ നമുക്കത് നിർത്താം, ഇനി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല, നമ്മുടെ
സ്വഭാവങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടില്ല, ഈ രീതിയിലൊക്കെ അവർ പറയുന്നുണ്ടാവും. ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ്, നിങ്ങൾക്കിടയിൽ ഫൈറ്റ്സ് ഒരുപാട് സംഭവിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ബ്രേക്കപ്പ് എന്നുള്ളത് അവർ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഇപ്പോൾ ശരിക്കും ഇഷ്ടമുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ബ്രേക്കപ്പ് എന്ന് നമ്മൾ തമാശയ്ക്ക് പറയുന്നുണ്ടാവും, അതല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ ആ ഒരു ദേഷ്യത്തിൽ പറയണ്ടാവും. അതല്ലാതെ ഇടയ്ക്കിടയ്ക്കൊന്നും നമ്മൾ ആ കാര്യം പറയില്ല, നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയണ്ടാവില്ല നമ്മൾ സ്നേഹിക്കുന്ന ആൾ നമ്മളെ വിട്ടു പോകുന്നൊരു കാര്യം. പക്ഷേ അതേസമയം ഇവിടെ ഇവർ ഈ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള സൈൻ തന്നെയാണ്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ് അവർ ഈ രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയും സൈനുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയിൽ കാണുന്നുണ്ടെങ്കിൽ, അതായത് അവർ ഈ രീതിയിൽ നിങ്ങളോട് പെരുമാറുന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട സമയമായിരിക്കുന്നു. അതായത് ആ പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം. അതല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് മറ്റേതെങ്കിലും റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അങ്ങനെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് അവർ ഈ രീതിയിൽ നിങ്ങളോട് പെരുമാറുന്നുണ്ടാവുക. സോ ഒന്നില്ലെങ്കിൽ അവരായിട്ട് റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളായിട്ട് ഒഴിഞ്ഞു പോകാനായിട്ട് ശ്രമിക്കുക. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, രണ്ടുപേരും തമ്മിലുള്ള ബോണ്ടിങ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കണം, ഇവരെ തന്നെ എൻ്റെ ലൈഫിൽ വേണം, ഇങ്ങനെയൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ട്. സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്കൊന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി, അതുപോലെ തന്നെ മനസ്സിലായി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്